നമസ്കാരേ. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസും ഒരു 10 വ്യൂസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായത്തിനെതിരായിട്ടൊന്നും നിൽക്കാൻ കഴിയില്ല. ശരിയാണ്, നമ്മളെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് 3000 പേരും 4000 പേരേ ഉള്ളൂ. രേണുസുതിയെ കുറ്റം പറഞ്ഞ വീഡിയോസിനൊക്കെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം വ്യൂസൊക്കെ ഉണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഇപ്പോഴും വേണമെങ്കിൽ നിക്കർ വിധവ അല്ലെങ്കിൽ മറ്റേ വിധവ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ടും കുറച്ച് ഈ 3000 ആളിന് എത്തുന്നത് എങ്ങനെയാ അറിയാം? മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്ലൈന് കൊടുത്തിട്ട് തന്നെയാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞിട്ട് രേണുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല തംബ്ലൈന് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ മനസാക്ഷി ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ, കാരണം സത്യത്തിന്റെ പുറകെ നിൽക്കണമായിരുന്നു. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ്. ഒരു കാര്യത്തിലും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരാളെയും നന്നാക്കാനല്ല ഇവിടെ ഒരു യൂട്യൂബർ നിൽക്കുന്നത്. ഒരു വീട്ടിലും അരി മേടിച്ച് തരാനുമല്ല, അല്ലെങ്കിൽ ഒരാൾക്കും 10 പൈസ തരാനുമല്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അതായത് രേണുസുതിയെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങളാണ് ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് രേണുസുതി, അതായത് എല്ലാ കാര്യത്തിലും അല്ല, രേണുസുതിന്റെ കയ്യിലും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവരെപ്പോഴും വന്നിട്ട് ലൈവിലും അവിടെ ഇവിടെയും പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട്. ഇതിനൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇവരങ്ങനെ കളിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ഇവർ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഇമേജ് വേണം എന്ന് കരുതിയിട്ട് ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ആരോ പറഞ്ഞു കൊടുത്തത് ജയിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി മാത്രം കാണിക്കുന്ന അല്ലെങ്കിൽ തെറി മാത്രം കേൾക്കുന്ന ഓരോരോ ചാനലുകളുണ്ട്. ആ ചാനലുകളുടെ പേരൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അങ്ങനെയുള്ള, അതായത് ഒരു നടി ഇപ്പോൾ കാറിലേക്ക് കയറാൻ പോകുമ്പോൾ അവർ കാണിക്കുന്നത് എന്താ വെച്ചാൽ വലിയ കാറ് കണ്ടോ അല്ലെങ്കിൽ വലിയ ഇത് കണ്ടോ എന്നൊക്കെയാണ് അവർ കാറിലേക്ക് കയറാൻ പോകുമ്പോൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരുത്തനിട്ടൊരു ക്യാപ്ഷനാണ്, കല്യാണത്തിന് വന്ന് വയറ് നിറയെ കഴിച്ച ചേച്ചിയുടെ വയറ് കണ്ടോന്ന്. അങ്ങനെയൊക്കെയുള്ള മോശമായ തരത്തിലുള്ള ക്യാപ്ഷൻ ഇടുന്ന ചില ചാനലുകളുണ്ട്. അവന്മാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പങ്ങളെ നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറവും കിട്ടുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മര്യാദയ്ക്കുള്ള റീൽസും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ചെയ്യാൻ അങ്ങ് ചെയ്തു പോയിക്കോളുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും മറുപടി കൊടുക്കാനൊന്നും നിൽക്കണം. പിന്നെ ചെറുക്കൻ്റെ കാര്യം, ഒരു കാര്യം ഞാൻ പറയാലോ, ഈ ചെറുക്കൻ ഇന്നും മുതലായി പിന്നെ അമ്മച്ചി ഇങ്ങനെ കാണിക്കുന്നതിന് പ്രശ്നമായത്. ചെറുക്കനെ ഇതിന് മുന്നേ ഒന്നും അറിയില്ലായിരുന്ന. ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ മുന്നേ തന്നെയല്ലേ എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറുക്കൻ എന്താ അന്ന് പറഞ്ഞുകൂടായിരുന്ന? പിന്നെ ഈ ചെറുക്കൻ 22 വയസ്സായി ചെറുക്കന് 12,000 ഉറുപ്പ്യ മാസാമാസം കൊടുക്കണം എന്നിട്ട് നിയമം കൊണ്ടാ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തുമ്പാപ്പണി എടുത്താൽ കിട്ടൂലേ 12,000 ഉറുപ്പ്യ? പിന്നെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തരുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അന്നൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി തിന്നിട്ട് പിന്നെ ഇപ്പോഴും എന്തിനാണോ കുറ്റം പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജീവിക്കണമെങ്കിൽ തന്നെ വിധവാ കാർഡ്. ഇനിയിപ്പോൾ ഒരു കാര്യം ഞാൻ പറയാലോ, സുധി എന്ന് പറയുന്ന ലേബിൾ നന്നായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി. അല്ലാതെ വേറെ ഒന്നുമല്ല. സുധി എന്ന് പറയുന്ന അയാളെ കല്യാണം കഴിച്ച തന്നെ രേണുസുതി എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. പക്ഷെ കൊല്ലസുതിക്ക് എന്ന് പറഞ്ഞാൽ രേണുസുതിനെ മാത്രമല്ല, അയാൾ കെട്ടിയ പെണ്ണുങ്ങളെ ഒരാളെ പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജ് പ്രോഗ്രാമിലും അതിനൊക്കെ പോകുന്നതായിരുന്നു. പിന്നീട് അവർ വേറെ ഒരാളുടെ കൂടെ പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരാളെ പോലും വിശ്വാസം ഉണ്ടായില്ല. അങ്ങനെയാണ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. അവരായാലും വേറൊരു പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ പോകുന്നവരായിരുന്നു. അതുകൊണ്ട് അവരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രേണുസുതിയെ പിന്നീട് കല്യാണം കഴിക്കുന്നത്. രേണുസുതിയോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, നീ ഒരു കാരണവശാലും ഒരു സ്റ്റേജിൽ പോലും കയറരുത്. രേണുസുതിയെ നമ്മളെല്ലാവരും കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ചാനലിലും മാത്രമാണ്. അല്ലാതെ നമ്മൾ എവിടെയാണ് രേണുസുതിയെ കണ്ടത്? അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രേണുസുതി ഏതായാലും ആ വീട്ടിൽ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ കുടുംബത്തിൻ്റെ ചെലവ് വരെ സുതി നോക്കേണ്ടി വന്നു. ഇന്നലിപ്പോൾ ഒരു ചേച്ചി വന്ന് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടപ്പറപ്പുകളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ചിലവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കേണ്ടി. ഏത് മണ്ണാങ്കട്ടി ഇവർ പറയുന്നത്? ഉള്ള കാര്യം ഞാൻ പറയല്ലോ, ഈ പാവത്തിൻ്റെ പൈസ, കൊല്ലസുതി ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റിയത് ആരാണെന്ന് ഇപ്പോൾ തന്നെ തെളിവുകൾ കിട്ടിയിരിക്കുന്നു. കാരണം ഇയാളുടെ പൈസ എങ്ങനെയാണ് പോയിരിക്കുന്നത്? ഇയാൾ മാത്രം എന്താണ് ഇത്ര ദാരിദ്ര്യവാനായത്? എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇയാൾ എങ്ങനെയാണോ ദാരിദ്ര്യവാനായത്? ഇയാളുടെ കൂടെ തന്നെയുള്ള ബിനു അടിമാലി വരെ നല്ല കാറ്, വീട് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, അയാൾ മേടിച്ച കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഡോ, അതായത് ടയോട്ടേൻ്റെ പ്രാഡോ എന്നുള്ള കാറാണ്, നല്ല വിലയുള്ള കാറാണ്. അങ്ങനെയൊക്കെ കാറ് വാങ്ങിച്ച ബിനു അടിമാലിയെ പോലെ, അതുപോലെ തന്നെ വീട് വെച്ച പലരെയും പോലെ ഇദ്ദേഹത്തിന് കിട്ടുന്ന പൈസ എന്താ, എവിടെയാ പോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു മാറ്റിയത് വേറെ ആരുമല്ല, ഇന്നലെ രേഷ്മ തങ്കച്ചൻ്റെ, അതായത് രേണുസുതിയുടെ ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പാപത്തിന് എല്ലാവരും കൂടിയിട്ട് അങ്ങ് മുതലെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊല്ലസുതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നല്ല രീതിയിൽ സമ്പാദിച്ചിരുന്നു. ആ സമ്പാദ്യങ്ങളെല്ലാം ഇവരാരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്തു. അല്ലാതെ ഇവരൊന്നും ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല. ഏതായാലും അയാൾ എന്ന് പറയുന്ന കടത്തമിലെ കടവുമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ ചെറുക്കനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെ പപ്പൻ്റെ പൈസ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിയെടുത്ത് അവരാണ് എന്ന് നീ ഇങ്ങനെ ആക്കിയതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിലെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്
ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലസുതി തന്നെയാണ്. അയാൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ആരെ സഹായിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് വേണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിയ വീട്ടിലെ പിന്നെ പെണ്ണിന്റെ അച്ഛനെയും അമ്മേനെയും പോറ്റാന്നുള്ളത് അവരെ പിന്നെ ചേച്ചിയുടെ മക്കളെയും ഭർത്താവിനെയും ചേച്ചിയൊന്നും പോറ്റാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും തയ്യാറാവില്ല. അതെങ്ങനെയാ തയ്യാറാവുക? അതായത് കൊല്ലസുതിയുടെ മക്കൾ തിന്നേണ്ട പൈസ എന്ന് പറഞ്ഞാൽ വേറെ ഒരുത്തിന്റെ മക്കളും കൂടിയാണ് തിന്നുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൊല്ലസുതിയുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബങ്ങൾ തന്നെയാണ്. അല്ലാതെ കൊല്ലസുതിന്റെ പൈസ ഇവിടെ പോയി, അയാൾക്ക് കിട്ടി എവിടെ പോയി? അയാൾക്ക് എന്ന് പറയുന്ന എല്ലാവരെക്കാട്ടിയും കൂടുതൽ ശമ്പളം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ബിനു അടിമാലിയെ കിട്ടുന്നത് പോലെ തന്നെയാണ് കൊല്ലസുതിക്കും കിട്ടിയത്. അല്ലാതെ ബിനു അടിമാലിക്ക് ഒരു ശമ്പളം, കൊല്ലസുതിക്ക് ഒരു ശമ്പളം, അങ്ങനെയൊന്നുമല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ മാജിക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള കോമഡി പരിപാടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ട ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതാരാണ് കൊണ്ടുപോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഇന്നലെ എയർപോർട്ടിന്റെ മുന്നിൽ വന്നിട്ട് ഇവരുടെ ജയിച്ച് പറഞ്ഞൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുറച്ച് പൈസ, അതായത് ഞങ്ങൾ കൂടപ്പിറപ്പുകളാണ്, കൂടപ്പിറപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സഹായം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ, അതായത് ഫുള്ളായിട്ട് ഇപ്പോൾ കിച്ചു എന്ന് പറയുന്നവൻ പറഞ്ഞത് അവിടെ ആരും ജോലിക്ക് പോകത്തില്ല, അവിടെ ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മാത്രമാണ്, ആര് കൊല്ലസുതി മാത്രം. അപ്പൊ അയാളെ ചുറ്റിപ്പറ്റിയിട്ട് ഇവരെ നിൽക്കുകയും അയാളുടെ പൈസ മുഴുവൻ ഇനിയിപ്പോഴെന്താ വേണ്ടതെന്ന് അറിയാം. ആ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് ആ വീട് കൊല്ലസുതിയുടെ 2 മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇനിയിപ്പോൾ എൻ്റെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും അവിടെ നിർത്തിക്കാം, ബാക്കിയുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ചേച്ചിയും ചേച്ചിയുടെ മക്കളും കെട്ടിയവനൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കി പോകണം. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുതിയുടെ മക്കൾക്ക് കിട്ടിയ വീട്ടിൽ അവർക്ക് കയറി കിടക്കാനുള്ള ആ ഇതില്ല. വല്ലപ്പോഴും വരാം വിരുന്നുകാരെ പോലെ. അല്ലാതെ ഇതൊരു അവസരമായി കണ്ട് ഏതായാലും ആ ചെറുക്കൻ അങ്ങ് പോയല്ലോ, ഇനിയിപ്പോൾ ആ ചെറുക്കനെ നോക്കാനുള്ള കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധിയുടെ മകനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ആ വീട് വിട്ടുകൊടുക്കുകയും ചെയ്യരുത്, അത് വിൽക്കുകയും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു ഓർമ്മയാണ്. പറ്റുമെങ്കിലും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു നമ്മുടെ ട്രോഫികളും മറ്റേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വെക്കണം. അവിടെ കൊല്ലസുതിക്ക് 5 പൈസയുടെ ഒരു വിലയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ രേണു പോലും ആ വില കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വില കൊടുക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒരാളാണ് മരിച്ചു പോയിരിക്കുന്നത്. അയാളുടെ ട്രോഫികളും ഇതൊക്കെ ആരെങ്കിലും ചാക്ക് കെട്ടി വെക്കോടോ? ആരെങ്കിലും ചാക്ക് കെട്ടി വെക്കോ? ഒരാളും വെക്കത്തില്ല. രേണുവിന് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ചാക്കിൽ കെട്ടി വെച്ച് അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലമാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയാം, അയാളുടെ ഓർമ്മയ്ക്കായിട്ട് ചിലപ്പോൾ ചില വസ്ത്രങ്ങളോ അയാൾ ഇട്ട സാധനങ്ങളോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൂക്ഷിക്കുന്ന ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞത് അയാൾക്ക് കിട്ടിയ ഒരു മുതല് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്കിൽ കിട്ടിയിട്ട് വലിച്ചു ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ഇവരെല്ലാം അപമാനിക്കാൻ വേണ്ടി കൂട്ടുനിന്നു എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആ മനുഷ്യന് കിട്ടിയ ശമ്പളം തെച്ചും അടിച്ചു മാറ്റിയതും പോരാ, അയാളുടെ ട്രോഫികൾ മുഴുവൻ എടുത്ത് കട്ടിൻ്റെ അടിയിൽ ചാക്കിൽ കെട്ടി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, രേണുസുധീനെ കുറ്റം പറയുന്ന ആളുണ്ടാവും, കുറവ് പറയുന്ന ആളുണ്ടാവും, പക്ഷെ സത്യം പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 10 വ്യൂസ്, ഇനി എങ്ങനെയെങ്കിലും 10 വ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ചോദിക്ക്, ഇത്രയും ശമ്പളം കിട്ടിയിട്ട് വലിയ വീടും ബംഗ്ലാവും കാറും ഒക്കെ വെച്ച മിമിക്രി താരങ്ങളുണ്ട്, എവിടെയാണ് കൊല്ലസുധീന്റെ പൈസ തെച്ചും പോയതെന്ന് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ പൈസ എന്ന് പറഞ്ഞാൽ അയാൾ ഇത് തെച്ചും കുടിച്ചു തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മനുഷ്യന് കുടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ കുടിച്ചാൽ 2 ദിവസം, അല്ലാതെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മനുഷ്യൻ കുടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഷൂട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാൾ പലതരത്തിലുള്ള പ്രോഗ്രാമിലാണ്. പിന്നെ ഇങ്ങനെ അയാൾ കുടിച്ചു തീർക്കുക. അപ്പം അയാളുടെ കുടിയുടെ പേരും പറഞ്ഞ് ഇവരെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ പൈസ അടിച്ചു മാറ്റിയെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കിച്ചുവിനോട് പറയുന്നത്, തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളുള്ള ആ ഒരു ഷീൽഡും കാര്യങ്ങളും അയാൾ കിട്ടിയ ട്രോഫിയും ഫോട്ടോയും എല്ലാം കൊണ്ടുപോയിട്ട് മോനെ അവിടെ നല്ലൊരു സ്ഥലം കണ്ടുവെക്കുക, അവിടെ വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിനക്ക് അവിടെ ഒരു റൂമുണ്ട്, ആ റൂം നീ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ആ റൂം നീ അവിടെ പൂട്ടിയിടുകയും വേണം, നിന്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ചേച്ചി ആയാലും വേണ്ടിയിൽ അനിയത്തി ആയാലും വേണ്ടിയിൽ ഒരു കാര്യം ചെയ്യുക, സുധിക്ക് കിട്ടിയ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങിക്കോ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.